തിരുവോണത്തിൻ്റെ ആ ഒരു ക്ഷീണവും എല്ലാം കഴിഞ്ഞ് മലയാളികളെല്ലാവരും അങ്ങനെ ഓരോ ദിവസവും പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചതയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചതയ ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇഞ്ചോടിഞ്ച് ആരംഭിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അതായത് എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചതയ ആഘോഷങ്ങൾ നടക്കുന്ന സുന്ദരമായിട്ട് ദിവസമാണ്. അപ്പോൾ തുടങ്ങാണ്. ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വട്ടം കറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുൽഫിക്കർ. സ്വദേശം എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്? ഇല്ല, കൊല്ലത്താണ്. കൊല്ലത്ത് എവിടെയാണ്? മേടേമുക്കാണ്. ശരി. സാർ എന്താണ് ജോലി? എന്താണ്? ഞാൻ എയർഫോഴ്സിലാണ്. ഇപ്പോൾ ഇറങ്ങിയായിരുന്നു. ശരി. ഓക്കെ. അപ്പോൾ ഈ ബാക്കിയുള്ള ഇപ്പോൾ ഫ്രീ ടൈം ഒക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം? എയർഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ജോബും കാര്യങ്ങളൊക്കെ ഫുൾ ബിസി ആയിരുന്നു. ഇപ്പോൾ ബിസി എന്നൊക്കെ മാറി വീണ്ടും ഒരു സാധാ എന്താ പറയുക ബിസി തന്നെയാണ്. ഇപ്പം ഞാൻ നമ്മുടെ ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. ശരി. നമ്മുടെ CSD മാനേജർ ഓക്കെ പോകുന്നുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ അതാണ് ഇപ്പോൾ ആ ചെറുപ്പം അങ്ങനെ നിൽക്കുന്നത് അല്ലേ? വെരി ഗുഡ്. പേരെന്താണ്? സിമിലി. എന്താണ് ചെയ്യുന്നത്? ടീച്ചറാണ്. ടീച്ചർ എവിടെയാണ്? MGM. ശരി. ഓക്കെ. ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ? ഇവിടെ 2 വർഷമായിട്ടുള്ളൂ. എന്താ എന്താണ് എന്ത് മേഖല പഠിപ്പിക്കുന്നത്? ടീച്ചിങ് ആണ്. ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര മണിക്ക് എത്തി? ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ചോദ്യങ്ങളൊക്കെ കൂട്ടുകാരുടെ പേര് സഫ. എന്താ ചെയ്യുന്നത് സഫ? നീറ്റ് എഴുതി അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. എന്തൊക്കെ ഹോബീസ് എന്തൊക്കെയാണ് സഫയുടെ? ഡ്രോയിങ്, പിന്നെ പഠനം അല്ലേ? ശരി. എന്താണ് പേര്? ഐൻമറിയം. നല്ല പേരാണല്ലോ. എന്ത് വിളിക്കും? വീട്ടിൽ നിന്നൊക്കെ എന്ത് വിളിക്കും? എന്താ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നത്? എങ്ങനെയാ? ഐനു എന്ന് വിളിക്കും അല്ലേ? എത്രയിൽ പഠിക്കുന്നു അതിനെ കുട്ടി? 3ാം ക്ലാസ്. എവിടെയാ പഠിക്കുന്നത്? KV പട്ടത്താ പഠിക്കുന്നത്. പാട്ട് പാടുമോ അതിനെ കുട്ടി? ഒരു പാടി കേൾക്കട്ടെ. ഇഷ്ടമുള്ളൊരു പാട്ട് പാടി. ഏത് പാട്ടായാലും കുഴപ്പമില്ല. അത് കുറേ പാട്ട് ഉള്ളത് കൊണ്ടേ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കുക. പാട്ട് എനിക്ക് വലുതായിട്ടൊന്നുമില്ല, എന്നാ ചെറുതായിട്ട് പാടിയാൽ മതി. ഏത് പാട്ടാ കൂടുതലായിട്ട് പാടാറ്? പഠിക്കോ? ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. ഡാൻസ് ചെയ്യല്ലേ? നമുക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണോ? സ്വന്തമായിട്ട് യൂട്യൂബിലൊക്കെ കണ്ടങ്ങ് പോയി. സ്വന്തം തന്നെ അധ്യാപക. വെരി ഗുഡ്. ഓക്കെ. യൂട്യൂബ് പേരെന്താണ്? ഓക്കെ. ശരി. അപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ചോദിക്കുന്നത് ഫണ്ണിയാണ്. ആ രീതിയിൽ തന്നെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ പറയണം എന്ന് ഞാൻ പറയുന്നില്ല. ആ ചോദ്യമായി ആപ്റ്റായിട്ട് വരുന്ന ഒരുപാട് GK പോലെയല്ലല്ലോ കുസൃതി, പല ഉത്തരങ്ങളും വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരങ്ങൾ പറഞ്ഞാലും നമുക്ക് നോക്കാം. തുടങ്ങാലോ? ഓക്കെ. ശരി. അപ്പോൾ ആദ്യ ചോദ്യം, ഈ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കൊക്കെ തടി കൂടിയത് കൊണ്ട് തടി കുറഞ്ഞ അല്ലെ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ചോദ്യം ഇതാണ്: എന്നെ മെലിഞ്ഞും കാണാം തടിച്ചും കാണാം. മെലിഞ്ഞാൽ ഞാൻ വേഗം ഇല്ലാതാകും, തടിച്ചാൽ ഞാൻ മെല്ലെ ഇല്ലാതാകും. കാറ്റെന്റെ ശത്രുവാണ്. മെലിഞ്ഞും കാണാം തടിച്ചും കാണാം. തിരി എന്ന് പറയുന്നു. പിന്നെ മെഴുകുതിരി എന്ന് പറയുന്നു. ഈർക്കിൽ എന്ന് പറയുന്നു. വേണം പറഞ്ഞിരിക്കുന്ന മെഴുകുതിരി എന്നുള്ളത് റൈറ്റ് ആൻസർ. ഒരു കയ്യിൽ കൊടുക്കും ഉഷാറായിട്ട്. അതൊക്കെ ആലോചനയല്ലേ? ശരി. രണ്ടാമത്തെ ചോദ്യം, കാലുണ്ട് കൈയില്ല, നാക്കുണ്ട് പല്ലില്ല, പൂവുണ്ട് കായില്ല. ഞാൻ ആരാണ്? അതായത് കാലുണ്ട് കൈയില്ല, നാക്കുണ്ട് പക്ഷെ പല്ലില്ല, പൂവുണ്ട് പക്ഷെ കായില്ല. ഞാൻ ആരാണ്? പൂവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂവ് കാണത്തില്ല കേട്ടോ. അതായത് കാലുണ്ട് കൈയില്ല, പൂവുണ്ട് കായില്ല, നാക്കുണ്ട് പല്ലില്ല. സിമ്പിൾ. ഇതൊരു ജീവനുള്ള ഒരു ജീവി എന്ന് പറയും. ജീവിയാണ്. ഇതൊരു ജീവിയാണ്. ചില ആൾക്കാർ വീടുകളിലൊക്കെ കാണും. സ്പൈഡർ അല്ല. വീടുകളൊക്കെ വളർത്തും ചില ആൾക്കാർ. ഈ പഴയ ഉരുട്ട വീടുകളിലൊക്കെ ഇപ്പോഴും ഇതിനെ വളർത്തുന്ന, വീട്ടിലൊക്കെ വളർത്തുന്ന, അതായത് ഇതിനെ പൂവ് നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, പക്ഷെ അതിന്റെ പേരിനോടൊപ്പം നമ്മൾ പൂവ്. കാലുണ്ട്, പൂമ്പറ്റല്ല. കാലുണ്ട് പക്ഷെ കൈയില്ല, നാക്കുണ്ട് പക്ഷെ പല്ലില്ല, പൂവുണ്ട് പക്ഷെ കായ്ക്കില്ല. എന്ത് കോഴി? പൂങ്കോഴി. ഓക്കെ. അടുത്ത ചോദ്യം, മുള്ളില്ലാത്ത കുറ്റിക്കാട്ടിൽ എല്ലില്ലാത്ത കുട്ടിയാന. ഇതൊരു കടങ്കഥയാണ്. മുള്ളില്ലാത്ത കുറ്റിക്കാട്ടിൽ എല്ലില്ലാത്ത കുട്ടിയാന. മുള്ളൊന്നുമില്ലാത്തൊരു കുറ്റിക്കാട്. കുഴിയാന അല്ല, അത് നമുക്ക് പറ്റില്ല. മുള്ളില്ലാത്ത ഒരു കുറ്റിക്കാട്
അതിൻ്റെ ഉള്ളിൽ എല്ലില്ലാത്ത ഒരു കുട്ടിയാന. തലയാണോ? തലയിൽ തല പെയിൻ. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. കൊടുത്താൽ കഴിക്കും, അടുത്താൽ പറയും, തുറന്നാൽ പറക്കും. കൊടുത്താൽ കഴിക്കും, അടുത്താൽ പറയും, തുറന്നാൽ പറക്കും. തത്തമ്മ. റൈറ്റ് ആൻസർ. കണ്ടു പഠിക്കേ. തത്തമ്മ. റൈറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു പൂവിന്റെ പേര് എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാകും? അതായത് ഒരു പൂവിന്റെ പേരിനോടൊപ്പം ഒരു സംഖ്യ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാകും. എങ്കിൽ ഏതാണ് പുരുഷന്റെ പേരെന്നുള്ളതാണ് ചോദ്യം. ഒരു പൂവിന്റെ പേരിനോടൊപ്പം ഒരു സംഖ്യ 1 മുതൽ 15 വരെയുള്ള ഒരു സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാകും. ഒരു പൂവിന്റെ പേര്, ആ പൂവിൻ പേരിന്റെ ആദ്യം ഒരു സംഖ്യ 1 മുതൽ 15, ഇപ്പൊ എവിടെ വരെ ഉണ്ട്, ഒരു സംഖ്യ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാകും. ഇഷ്ടമുള്ള പൂവ് ഏതാണ്? ജാസ്മിൻ. ജാസ്മിൻ. സാറിന്? സൺഫ്ലവർ. സൺഫ്ലവർ. റോസ്. റോസ്. ഓക്കെ. ഉത്തരവിടെ വന്നിട്ടുണ്ട്. ആണോ? അതിനെപ്പിടി ഉത്തരവ്. ഒരു സംഖ്യ ഈ പൂവിന്റെ പേരിനോടൊപ്പം ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാകും. 1 മുതൽ പത്രോസ്. റൈറ്റ് ആൻസർ. പത്രോസ്. ഓക്കെ. അടുത്ത ചോദ്യം. കൈയില്ല, നീന്തുന്നുണ്ട്, കൊമ്പുണ്ട്, കുത്തുന്നില്ല, പക്ഷെ വടിയെടുത്താൽ ഓടും. കൈയില്ല, നീന്തുന്നുണ്ട്. കൈയില്ല പക്ഷെ നീന്തുന്നുണ്ട്. കൊമ്പുണ്ട് പക്ഷെ കുത്തില്ല. വടിയെടുത്താൽ ഓടും. കൈയില്ല, നീന്തുന്നുണ്ട്, കൊമ്പുണ്ട്, കുത്തുന്നില്ല, പക്ഷെ വടിയെടുത്താൽ ഇത് ഓടും. കൊമ്പെന്ന് പറഞ്ഞാൽ ആ കൊമ്പല്ല കേട്ടോ, നമ്മുടെ മൃഗങ്ങളിൽ കാണുന്ന കൊമ്പ്. ഇതൊരു കടങ്കഥ പോലത്തെ ഒരു സാധനം. കൈയില്ല, നീന്തുന്നുണ്ട്, കൊമ്പുണ്ട് പക്ഷെ കുത്തില്ല, പക്ഷെ വടിയെടുത്താൽ ഇത് ഓടും. ആമ. അല്ല, ഇത് ജീവനുള്ളൊരു വസ്തുവല്ല. അല്ല, നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഭവം. അതിൻ്റെ ഒരു അതില്ലെങ്കിൽ ഇത് രണ്ടും ഒരു എന്താ പറയാ, അമ്മയുടെ 2 മക്കൾ എന്ന് പറയുന്നത് പോലെ ആ രണ്ടാമത്തെ സംഭവം നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ. വെള്ളം. അപ്പൊ ഏതാണ്? വള്ളം. തോണി. ഓക്കെ. കൈയില്ല പക്ഷെ അത് നീന്തുന്നുണ്ട്. ഓക്കെ. കൊമ്പുണ്ട്, ഫ്രണ്ടിൽ ഒരു കൊമ്പ് കാണാം പക്ഷെ അത് കുത്തില്ല. ഓക്കെ. വടി എടുത്താൽ ഇതോടും. ലാസ്റ്റ് ചോദ്യം കേട്ടോ. ലാസ്റ്റ് ചോദ്യം എന്ന് പറയാം. എന്നിൽ ചലനമുണ്ട്, നിശ്ചയിച്ച ദൂരത്തിൽ നിന്നും ഒരടി മുന്നോട്ടോ പിറകോട്ടോ പോകാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് ചലനമുണ്ട് പക്ഷെ നിശ്ചയിച്ച ദൂരത്തിൽ നിന്ന് ഒരടി മുന്നോട്ടോ ഒരടി പിറകോട്ടോ എനിക്ക് പോകാൻ പറ്റില്ല. അല്ല. ഭൂമി. അല്ല. എനിക്ക് ചലനമുണ്ട് പക്ഷെ നിശ്ചയിച്ച ഒരു ദൂരത്തിൽ നിന്നും ഒന്ന് മുന്നോട്ടോ ഒന്ന് പിറകോട്ടോ പോകാൻ. ഭൂമി. ഓക്കെ, കുഴപ്പമില്ല. ഭൂമി. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ക്ലോക്കിലെ സൂചിയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഭൂമി. പേര് പറയുന്നു? സിമിലി. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് സിമിലി ചേച്ചി. നല്ലൊരു കൈ കൊടുത്ത് ഉഷാറായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ആരെയാക്കാണ് കണ്ടേ? ഭയങ്കരമാണല്ലോ. അപ്പോൾ സന്തോഷം. VMTV ചാനൽ നൽകുന്ന അല്ല ടച്ച് ചെയ്ത് മുകളിൽ ടച്ച് ചെയ്ത് VMTV ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ. അപ്പം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുകയാണ്. ജീവിതം ആഘോഷിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ. ഇതുപോലെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഹാപ്പി ഓണം പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് പുതിയ മുഖങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നത് ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. ഒരു ടാറ്റ കൂടി. ബൈ. താങ്ക് യു കേട്ടോ. താങ്ക് യു.